ദൈവത്തിന് മഹത്വം. ഈ പൽക്കാലം ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഈ ഭൂമിയിൽ ഒരു അവസരം കൂടെ ദൈവം തന്ന കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ചില ദിവസങ്ങളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു വിഷയമാണ്. അതിനായി ഈ ദിവസം ദൈവം ഒരുക്കി തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഞാൻ പ്രസംഗിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മെ ഓർക്കുന്ന ദൈവം. അതിന് ആധാരമായി ഒരു വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 8:1 ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ച് വെള്ളം നിലച്ചു, ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു, ആകാശത്തു നിന്നുള്ള മഴയും നിന്നു. ദൈവം ഇവിടെ നോഹയെ ഓർത്ത്, നോഹയെയും പെട്ടകത്തിലുള്ള സകല ജീവജാലങ്ങളെയും ഓർത്തത് കൊണ്ടാണ് ആ മഴ നിൽക്കുവാനും വെള്ളം നിലയ്ക്കുവാനും കാരണമായി തീർന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൈവം നമ്മളെ ഓർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഡെലിവറൻസ് നടക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുപോലെ തന്നെ ഒരു വാക്യമാണ് ജനസിസ് 30:22 ദൈവം റാഹേലിനെ ഓർത്തു, അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്ന് അവൾ ഒരു മകനെ പ്രസവിച്ചു, എൻ്റെ നിന്ന ദൈവം മാറ്റി എന്ന് പറഞ്ഞ് അവന് യോസഫ് എന്ന് പേരിട്ടു. അതുപോലെ തന്നെ ഒരു ഇൻസിഡൻ്റ് ആണ് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. ഹന്നായെ ദൈവം ഓർത്തു, അവൾക്ക് സാമുവേൽ ബാലനെ നൽകി. ഹന്നയ്ക്ക് ഒരു പെനീന ഉള്ളത് കൊണ്ടാണ് അവൾ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുകയും യാചിക്കുകയും ചെയ്തത്. ദൈവം അവളുടെ നിന്ന് മാറ്റി. നമ്മുടെ ജീവിതത്തിൽ ഒരു പെനീന നമുക്കുണ്ടായിരിക്കുന്നത് അത് നല്ലതാണ്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ. ആ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ ഭാരവും പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ ആ നിന്ന് ദൈവം ഒരു മാന്യതയുള്ള വിഷയമാക്കി തീർക്കുവാനായിട്ട് ദൈവം അതിൽ കൂടെ ഇടയാക്കി തീർക്കും. ആ ശമൂവേൽ ബാലനെ ദൈവം അവൾക്ക് നൽകി. അവളുടെ നിന്ന് മാറ്റിക്കൊടുത്ത് ശമൂവേൽ ബാലനെ അവൾക്ക് നൽകി. ദൈവത്തിന് വേണ്ടി അവളത് ആ ബാലനെ അവൻ സമർപ്പിച്ചു. എന്നാൽ ശമൂവേലിനെ കുറിച്ച് നമ്മൾ പിന്നീട് വായിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശമൂവേൽ പ്രവാചകൻ ഇസ്രായേൽ രാജാക്കന്മാരെ വരെ അഭിഷേകം ചെയ്യത്തക്ക രീതിയിൽ പ്രാപ്തനായ ഒരു പ്രവാചകനായി തീരുവാൻ ദൈവം അവനെ ഇടയാക്കി. നമ്മൾ ചിലപ്പോൾ നിന്ദിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ, മനുഷ്യർ നമ്മളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുമ്പോൾ ഗോഡ് നമ്മളെ മാഗ്നിഫൈ ചെയ്യും. ആ മാഗ്നിഫൈ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളെ മറ്റുള്ളവർ അറിയപ്പെടുന്നവരായി തീരും. നമ്മൾ ലോകത്തിൽ അറിയപ്പെടണമെന്നൊന്നും വലിയ ഇതൊന്നുമില്ല. കർത്താവ് നമ്മളെ കരുതുന്ന കർത്താവാണ്, നമ്മളെ മാനിക്കുന്ന കർത്താവാണ്. ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും നേടിയില്ലെങ്കിലും കർത്താവിന് വേണ്ടി ജീവിച്ച് നല്ല അന്ത്യം പ്രാപിക്കുവാൻ കഴിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. അതുപോലെ തന്നെ ഒരു രൂത്തിനെ നമ്മൾ നോക്കുമ്പോൾ, ഈവൻ 10th ജനറേഷൻ പോലും കർത്തൃസന്നിധിയിൽ കയറുവാൻ പ്രാഗൽഭ്യമില്ലാത്തവരായിരുന്നിട്ട് പോലും രൂത്ത് ഭാഗ്യവശാൽ ബോവസിൻ്റെ വയലിലാകുവാൻ ദൈവം അവൾക്ക് ഭാഗ്യം കൊടുത്തത് കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയുടെ പാട്ടായി തീരുവാൻ ദൈവം അവളെ ഇടയാക്കി തീർത്തു. അതുപോലെ തന്നെ യോസഫ് പാനപാത്രവാഹകൻ്റെ സ്വപ്നത്തിന് ഇൻ്റർപ്രിട്ടേഷൻ ചെയ്ത സമയത്ത് പാനപാത്രവാഹൻ അവൻ ഓർത്തു. പാനപാത്രവാഹൻ ഇമ്മീഡിയറ്റ്ലി അവൻ രാജസ്ഥാനത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ, എന്നെ ഓർത്തിട്ട് എനിക്ക് ഈ ജയിലറയിൽ നിന്നൊരു മോചനം ലഭിക്കുമെന്ന്. എന്നാൽ പാനപാത്രവാഹൻ അവനെ ഇമ്മീഡിയറ്റ്ലി ഓർത്തില്ല. അവൻ്റെ ജയിലറകളിൽ നിന്നുള്ള ആ മോചനം എത്രയും പെട്ടെന്ന് കിട്ടുവാൻ അവന് കഴിഞ്ഞില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അവനെ ഷേപ്പ് ചെയ്യുവാനായിട്ട് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിൻ്റെ സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്നേലേ പറ്റുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഉദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളും നമ്മൾ ഓർക്കുന്ന രീതിയിലല്ല ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുന്നത്. നമ്മൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമ്മളുടെ ഒരു ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളാണ് ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞ ബുദ്ധി കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്നത്. വലിയവനായ കർത്താവിൻ്റെ ആ വിശാലമായ ഹൃദയത്തിൽ തോന്നുന്നത് കർത്താവ് നമ്മൾക്ക് വേണ്ടി ചെയ്തു തരുവാനായിട്ട് കഴിവുള്ള ദൈവമാണ്. അതുപോലെ തന്നെ
രൂത്തിൻ്റെ കാര്യം, യോസഫിൻ്റെ കാര്യം, ഇതൊക്കെയും ചിന്തിക്കുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി കരുതിയത് തക്ക സമയത്ത് ദൈവം അവരെ ഉയർത്തുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴിൽ അവർ താണിരുന്നു. യോസഫ് അവിടെ പെട്ടെന്നൊരു ഉയർച്ച ലഭിച്ചില്ല, പെട്ടെന്നൊരു ജയിൽ മോചനം ലഭിച്ചില്ല. എങ്കിലും തക്ക സമയത്ത് ദൈവം അവനെ രാജസ്ഥാനത്ത് കൊണ്ടുവരുവാൻ കർത്താവ് ഇടയാക്കി. ഇസ്രായേൽ മക്കളെ ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റുവാൻ തക്കവണ്ണം ദൈവം അവനെ എടുത്തുപയോഗിച്ചു. അതുപോലെ തന്നെ 136 സങ്കീർത്തനം 23 വാക്യത്തിൽ ഇത് വായിക്കുന്നു: നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർക്കുന്ന ദൈവം, വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നവനായ ദൈവം നമ്മളോട് കൂടെയുള്ള കർത്താവാണ്. ഏത് താഴ്ചയിലും നമ്മളെ ഓർക്കുന്ന ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ ഒത്തിരി പരിമിതികളുള്ള ആൾക്കാരാണ്, നമ്മൾക്ക് ഒത്തിരി വീക്ക്നെസ് ഉള്ള ആൾക്കാരാണ്. ചില ആൾക്കാർ ചിന്തിക്കും ഞങ്ങളുടെ കഴിവുകൊണ്ട്, ഞങ്ങളുടെ മിടുക്കൊണ്ട്, ഞങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട്, ഞങ്ങളുടെ സ്മാർട്ട്നെസ് കൊണ്ട്, ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൊണ്ടൊക്കെയും ഞങ്ങൾ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നേടിയെടുത്തെന്നൊക്കെ ചിലർ ചിന്തിക്കും. പക്ഷെങ്കിൽ നമ്മളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളുടെ കഴിവുകൊണ്ടോ, നമ്മുടെ മിടുക്കുകൊണ്ടോ, നമ്മുടെ പുണ്യപ്രവൃത്തി കൊണ്ടോ നമുക്ക് ഈ ജീവിതത്തിൽ ഒന്നും നേടിയെടുക്കുവാൻ കഴിയില്ല. നമ്മുടെ താഴ്മയോടെ ദൈവസന്നിധിയിലായിരുന്നെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. ദൈവത്തിൻ്റെ സൗമ്യത നമ്മളെ വലിയവരാക്കി തീർക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതലായി പറയുവാനുള്ള കാര്യം, പിതാവായ ദൈവം നമ്മളെ ഓർത്തു. ജാതിയെ രക്ഷിക്കുവാനായിട്ട്, മാനവരാശിയെ രക്ഷിക്കുവാനായിട്ട് പിതാവായ ദൈവം ഓർത്തു. ദൈവം ഓർത്തില്ലായിരുന്നുവെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ ഒരിക്കലും രക്ഷ നേടുവാൻ കഴിയുകയില്ലായിരുന്നു. നമ്മൾ മരണത്തിനും പാപത്തിനും അധീനരായി കിടന്നിരുന്ന നമ്മളെ, ശാപത്തിന് യോഗ്യരായിരുന്ന നമ്മളെ പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ തനിക്ക് ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. അവൻ്റെ അവസാന തുള്ളി ദിനം വരെയും നമുക്ക് വേണ്ടി ഊറ്റി തന്നു. നമ്മളെ രക്ഷിച്ചു, നമ്മളെ വീണ്ടെടുത്തു. അവൻ്റെ വിലയേറിയ ദിനം നമ്മളെ വീണ്ടെടുത്ത കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ദൈവത്തെ ഓർക്കാതിരിക്കുവാനായിട്ട് ഒരു നിമിഷം പോലും നമുക്ക് കഴിയില്ല. നമ്മൾക്ക് ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ദൈവവുമായിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. എപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ താണിരിക്കുക. ദൈവം നമ്മളെ ഉയർത്തും. വിത്ത് പവർ, മണി ആൻഡ് പൊസിഷൻ കൊണ്ട് മറ്റുള്ളവർ നമ്മളെ തകർക്കുവാൻ നോക്കുമ്പോൾ നീ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ദൈവം നിന്നോട് കൂടെയുണ്ട്. ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ അവരോട് കൂടെയുള്ളവരെക്കാൾ ദൈവം നിന്റെ കൂടെയുള്ളവൻ, വലിയവനായ ദൈവത്തെ നിനക്ക് അനുഭവിച്ചറിയുവാൻ, നിനക്ക് രുചിച്ചറിയുവാൻ കഴിയും. ചിലപ്പോൾ നിന്ദകളും പഴികളും ദുഷികളും മാറ്റി നിർത്തലുകളും കടന്നു വരുമ്പോൾ എന്തിനാണെന്നറിയാമോ? നിന്നെ അത് ഷേപ്പ് ചെയ്യുകയാണ്. നിന്നെ കുശവൻ കളിമണ്ണിൽ അധികാരമുള്ളതുപോലെ കുശവൻ ഒരു കളിമൺ പാത്രത്തെ ഉടച്ച് നിരത്തി അത് അവന് ഇഷ്ടമുള്ള ഷേപ്പാക്കി മാറ്റുന്നത് പോലെ കർത്താവ് നിന്നെ ഉടച്ച് വാർത്തെടുത്ത് തകർത്ത് കളയാതെ നിന്നെ ഉടച്ച് വാർത്ത് ഷേപ്പുള്ളവളാക്കി നിന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി നിർത്തുവാനായിട്ട് ചില പ്രോസസ്സിൽ കൂടി നീ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. നിന്നയിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടുണ്ട്. മാറ്റി നിർത്തലിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നിന്നെ അത് ഭാരപ്പെടുത്തും, നിനക്കത് സഹിക്കുവാൻ കഴിയാത്തതാകും. ചിലപ്പോൾ ആ വിഷമങ്ങളൊക്കെ നിനക്ക് ദേഷ്യമായിട്ടത് അത് എക്സ്പ്രസ് ചെയ്യും. അതൊന്നും നല്ലതല്ല. എന്നാൽ ചില സമയത്ത് മാനുഷികമായി അങ്ങനെയൊക്കെയും വന്നു പോയാലും നീ ഓർക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. ഈ ജീവിതത്തിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ ഒരു ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ്. അത്ഭുതവും ഭയങ്കരവുമായാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീ അത്ഭുതകരമായ ഒരു ആളാണ്. അല്ലാതെ നിന്റെ ജീവിതത്തിൻ്റെ മേലെ ദൈവികമായ കരമില്ല എങ്കിൽ നിനക്കൊരിക്കലും ജീവിപ്പാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ ചിലർ നിന്നെ യൂസ്ലെസ് എന്ന് പറയുമ്പോൾ, മാറ്റി നിർത്തപ്പെടുമ്പോൾ ഭാരപ്പെടേണ്ട. മോർട്ടൽസായ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. കഴുതയെ കൊണ്ട് സംസാരിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. കഴുതയുടെ മേൽ വാഹനമേറുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാണ് ദൈവത്തിൻ്റെ കരം. നമ്മളോട് കൂടെയുള്ളതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.